നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം ക്യാമറയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ റാം എത്രയുണ്ട് എന്നുള്ളത്. കാരണം റാം കൂടുതലുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി റാം കൂടുതലുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ റാമുമായി ബന്ധപ്പെട്ടുള്ളൊരു സെറ്റിങ്സാണ്. പല ആളുകളും റാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സെറ്റിങ്സുകൾ പരിചയപ്പെടുത്താറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ അധികമായിട്ട് റാം കൂട്ടിയെടുക്കുക എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൊബൈൽ ഫോണിനകത്തുണ്ട്. ഏതാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സിനകത്ത് റാം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാം എക്സ്പെൻഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് എനേബിൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 GB റാമും 6 GB റാമും 8 GB റാമും. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 6 GB റാം ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഷോപ്പിലെ ആളുകൾ പറയും നിങ്ങൾക്ക് 8 GB റാമുള്ള മൊബൈൽ ഫോണാണ് എന്ന്. നമ്മളെന്ത് ചെയ്യും, മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി 6 GB റാം നമ്മൾ 8 GB അതായത് ഈ ലൈൻ പിടിച്ച് നമ്മൾ നീട്ടിക്കൊടുത്ത് നമ്മൾ 8 GB റാമിലേക്ക് കൊണ്ടുവരും. നമ്മുടെ മൊബൈൽ ഫോണിൽ 8 GB റാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് 6 GB റാമാണ് മൊബൈൽ ഫോൺ നൽകുന്നത്. പിന്നെ നമ്മൾ 8 GB റാമിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഒരുപാട് പ്രശ്നങ്ങൾ വരും. മൊബൈൽ ഫോൺ ഹീറ്റ് ആകാനും ബാറ്ററി ലീക്ക് ആകാനും അങ്ങനെ തുടങ്ങി നമ്മുടെ മൊബൈൽ ഫോണിന് അനുവദിച്ചതിനേക്കാളും കൂടുതൽ അധികമായി വർക്ക് ചെയ്യിപ്പിക്കുകയും നമ്മുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് നമുക്ക് കംപ്ലൈൻറ്റ് വരാനൊക്കെ കാരണമാകും. പല ആളുകളും നമുക്ക് ലഭിക്കുന്ന റാമിൽ നിന്ന് ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് നമ്മൾ ഈ റാം ഒന്ന് കൂട്ടി കൊടുക്കാറുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എത്രയാണോ മൊബൈൽ കമ്പനി തന്നിരിക്കുന്ന റാം തന്നെ സെറ്റ് ചെയ്ത് നോക്കുക. അധികമായി നിങ്ങൾ റാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ അത് താങ്ങാനുള്ള കെൽപ്പുണ്ടാകില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ കാരണമാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ഭാഗം എനേബിൾ ആയി കിടക്കും. എനേബിൾ ആണെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അധികമായിട്ടുള്ള റാം, അതായത് നിങ്ങൾ കൂട്ടിയെടുക്കുന്ന റാം നിങ്ങൾക്ക് ലഭിക്കാതെ വരികയും നിങ്ങളുടെ മൊബൈൽ ഫോൺ നിലവിൽ ഉപയോഗിക്കുന്ന അതേ സ്പീഡിൽ തന്നെ നല്ല കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.